കേരളത്തിലെ പാവപ്പെട്ടവന്റെ പടത്തലമെന്ന് അറിയപ്പെടുന്ന ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ യുവതയുമായി ബന്ധപ്പെട്ട ആശുപത്രി നിർമ്മാണം വരെ സൗജന്യമായി നൽകുവാനുള്ള ആലോചനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രായമായവർക്കും പാവങ്ങൾക്കും ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാരുണ്യ രംഗത്ത് ചെയ്തു തീർക്കുന്ന കേരളക്കരയിലെ മികച്ച നക്ഷത്രം പാവങ്ങളുടെ പടത്തലവൻ ശ്രീ ഫിറോസ് കുന്നമറമ്പിൽ. ഹൃദയപൂർവ്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ പ്രവർത്തകരുടെ അറിയിപ്പ്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കുന്ന സമ്മേളന സ്പെഷ്യൽ കൂപ്പൺ നഗരയിൽ ലഭ്യമാണ്. ചെറിയ തുകക്ക് അത് കൈവശപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ സമ്മാനങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിശിഷ്ടാതിഥി വേദിയിലേക്ക് കടന്നു വന്ന സ്ഥിതിക്ക് മുഴുവൻ ആളുകളും, പുറത്തുള്ള മുഴുവൻ ആളുകളും സദസ്സ് ഭംഗിയാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. அடுத்து வர்ற பாலக்காடு மீட்டிங் 13ஆம் தேதி அறிவிச்சிருக்கிறாங்க. இதுல இன்னி நம்ம அடுத்த கட்ட வளர்ச்சி என்ன, அடுத்த உள்நோக்கம் என்ன, ஜெயிக்கக்கூடிய வழிமுறை என்ன, சிந்தனைகள். நம்மளுடைய சிந்தனை மோட்டாருங்கிறது நம்மளுடைய முதல் மனைவி, நம்மளுடைய உழைப்புங்கிறது நம்மளுடைய இரண்டாவது உதவிக்கரம். அதுல என்னைக்குமே உறுதியோடையும் உண்மையோடையும் நேர்மையோடையும் இருந்து நம்ம ஜெயிக்கணுங்கிறது என்னுடைய வேண்டுகோள். வேற என்னுடையதுன்னு இல்லை, இருக்கிற மொத்த டிரைவர்களோடதும். ஒவ்வொரு டிரைவர்களும் ஒரு பணி வந்துச்சு, நிப்பான் பணின்னு சொல்லி அந்த பிரச்சனை, அதுக்கப்புறம் மழை வெள்ளம், சபரிமலை சீசன் பிரச்சனை, இதனால நிறைய பேருக்கு நஷ்டமா இருக்கு. எத்தனையோ லட்சம் டிரைவருக்கு நஷ்டமா இருக்கு. உண்மை. இந்த வருஷமா அந்த ஆண்டவன் கண்ணு திறந்து இந்த நஷ்டம் பூரா நம்மளுக்கு ஈடு கட்டி நல்ல முறையாக கொண்டு வரணுங்கிறது ஆண்டவனை எல்லாருமே பிரார்த்திப்போம். இனி வரப்போற காலம் நல்ல முறையாக கேட்கிறத இன்னி அடுத்த ஸ்டேஜ் 2வது வருஷத்துலயே 75% வந்திருக்கிறோம். ஒரு 25% தாண்டவங்க ஏகப்பட்ட வேலை செய்ய வேண்டியது இருக்கு. செய்வோம், செஞ்சே தீர்வோம், சாதிச்சே காட்டுவோம். இது உண்மையா நடக்கக்கூடிய விஷயம். எல்லாரும் ஒன்றுபட்டு ஒரு நிலையோடையும் ஒரு சிந்தனையோடையும் ஜெயிக்கணுங்கிறது தான் எங்களுடைய எல்லாத்தோடைய ஆசையும். அதுல எல்லாத்துக்கும் இன்னைக்கு கலந்துகிட்ட அத்தனை மாவட்டமும் எந்தெந்த ஊர்ல தான் உங்க டிரைவர்கள், வண்டி ஓனர்கள், பஸ் ஓனர்கள், இதுக்காக உதவி செஞ்ச அனுபவத்தின் நண்பர்கள், இவங்க எல்லாத்துக்குமே இருகளை கூட்டி நன்றியை தெரிவிச்சுக்கிறேன். KTDOക്ക് എപ്പോഴും അഭിമാനിക്കാം. കേരളക്കരയിൽ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ജാതിമത ചിന്തകൾക്ക് അതീതമായി KTDO എന്ന ഈ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു വലിയ മഹനീയ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സമ്മേളന സ്വാഗത സംഘ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രൗഢമായ പ്രഭാഷണത്തിലേക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, അതുപോലെ തന്നെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള KTDOയുടെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടകയിലൊക്കെയുള്ള അതിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരെ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സത്യത്തിൽ കോഴിക്കോടാണ് നിങ്ങളുടെ പരിപാടി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് ഞാനിന്ന് മലപ്പുറത്തൊരു ചെറിയൊരു കുട്ടിയുടെ ലിവർ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട്
പൈസ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒരു ടൈമിംഗ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ആ ഒരു കേസ് കഴിഞ്ഞാൽ 1 മണിക്കൂർ മതിയല്ലോ കോഴിക്കോട് എത്താൻ എന്നുള്ളൊരു ഓർമ്മയില്ല. ആ പരിപാടി കഴിഞ്ഞിട്ട് ലൊക്കേഷൻ വിട്ട് തന്നപ്പോഴാണ് പരിപാടി ഇവിടെയാണ് എന്നുള്ളത് മനസ്സിലായത്. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ ഈ കണ്ണൂർ പരിസരങ്ങളിലൊക്കെ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ വരാൻ വൈകിയത്, അതല്ലാതെ മനഃപൂർവ്വമല്ല. എന്താണെങ്കിലും ഈ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. കാരണം കഴിഞ്ഞ ഒരു പരിപാടിക്ക് കോഴിക്കോട്ടിലെ ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫണ്ട് കൈമാറുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയുടെ ഡ്രൈവറായിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ലിവർ കംപ്ലൈൻ്റ് ആയിട്ട് 3 വയസ്സുകാരനായ കുട്ടിയുടെ വയറ് മുഴുവൻ വീർത്ത് ഇങ്ങനെ പൊട്ടാറായ പോലെ നിൽക്കുക. അവരുടെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ആ കുട്ടിയുടെ കേസ് നമ്മൾ ഏറ്റെടുക്കുന്നത്. 30 ലക്ഷം രൂപയായിരുന്നു ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിരുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചപ്പോൾ 60 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന്. പിന്നീട് ആ കുടുംബം ബാക്കി 30 ലക്ഷം രൂപ നമ്മൾ പറയുന്ന പാവപ്പെട്ട രോഗികൾക്ക് വീതിച്ചു കൊടുക്കുകയും ബാക്കി 30 ലക്ഷം രൂപ അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെ സ്വീകരിക്കുന്നൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയപ്പോൾ ഈ കുട്ടിയുടെ വാപ്പ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആ ഡ്രൈവർമാരെല്ലാവരും കൂടി സംഘടിപ്പിച്ച ഒരു സ്വീകരണം അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം ജീവിതത്തിൽ 2 അറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പടാപാട് വിടുന്ന ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ വേട്ടയാടുന്ന ആളുകൾ നിങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? പോലീസാണെങ്കിലും പാർട്ടി ആണെങ്കിലും ഒക്കെ ഏതിലെ പോയാലും ചാർജ് ചെയ്ത് തന്നിട്ടും അതിലെങ്കിൽ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ വേട്ടയാടുന്ന ഒരു വിഭാഗം നിങ്ങളാണ്. ഇവരുടെയൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കുടുംബത്തേക്കുള്ള ആ അരിവാഹിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും എടുത്തു നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കാണില്ല. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, പക്ഷേ അവരുടെ മനസ്സിലെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ നന്മയെ അംഗീകരിക്കാൻ കാണുന്ന അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ചേർത്ത് പിടിക്കലൊക്കെ അന്നൊരു വേദിയിൽ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതുകൊണ്ടാണ് ഞാനതിനെ ഈ വേദിയിൽ തന്നെ എടുത്തു പറഞ്ഞത്. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. എൻ്റെ പ്രവർത്തനങ്ങൾ എന്നും കാണുന്ന ആളുകളായിരിക്കും, അത് നിരന്തരം വീക്ഷിക്കുന്ന ആളുകളാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു പല ആളുകളും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ആദ്യമായിട്ട് അതിലേക്ക് വരുന്നതൊക്കെ 100 രൂപയും 50 രൂപയൊക്കെ ആയിരിക്കും. ഈ 100ഉം 50ഒക്കെ ചേർത്തിയിട്ടാണ് ഈ 60-70 ലക്ഷം രൂപ ആയി മാറുന്നത്. അപ്പൊ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അന്നെന്താണ് എന്താ പറയുക, തുച്ഛമായ ആ വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്ന ആളുകളൊക്കെയാണ് ആദ്യത്തെ ഗഡു എന്നുള്ള രീതിക്ക് തന്നെ, അതല്ലെങ്കിൽ മനസ്സിലേക്ക് ഒരു പ്രയാസപ്പെടുന്ന വീഡിയോ, അതല്ലെങ്കിൽ ഒരു രോഗിയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിച്ച് ആദ്യമായിട്ട് സംഭാവന ചെയ്യുന്ന ആളുകൾ. അപ്പൊ അത്തരം സാധാരണക്കാരാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എന്നും ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങളോടൊക്കെ സംസാരിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ടൊക്കെ ഞാനിങ്ങനെ ചെറിയൊരു ആശംസ മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണെങ്കിലും എനിക്ക് നൽകിയ ഈ ഒരു സ്നേഹാദരവിന്, ഈ ഒരു വേദിക്ക് അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു ചാരിറ്റി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാധാരണ എൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ കമൻറ്റുകൾ ഇങ്ങനെ വരാറുണ്ട്. പലരും ചോദിക്കും, നിങ്ങളിങ്ങനെ കടലിൻ്റെ ഉദ്ഘാടനങ്ങളും അതുപോലെ ഇതുപോലത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടന്നാൽ പാവപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ ആര് നോക്കും? നിങ്ങൾ അറിയപ്പെട്ടത് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിട്ടല്ലേ? ഇപ്പൊ നിങ്ങൾ അതിൽ നിന്നൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ പല കമന്റുകളൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അത്തരം കമന്റ് ഇടുന്ന ആളുകൾ, അതല്ലെങ്കിൽ എന്നെക്കുറിച്ച് അങ്ങനെ വിശദമായിട്ട് എഴുതുന്ന ആളുകൾ, ഒരു വ്യക്തി എഴുതിയിട്ട് പറഞ്ഞത്, അദ്ദേഹം അതിന്റെ മുകളിൽ ആദ്യം എഴുതിയത്, നിങ്ങളെ പോലെ അല്ലെങ്കിലും ഞാനും ഒരു ചാരിറ്റി പ്രവർത്തകനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആ പാവത്തിന് വേദികൾ കിട്ടാത്തതിന് സങ്കടമായിരിക്കും, അതല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു രീതിക്കാണ് മൂപ്പര് പറഞ്ഞത്.
ഞാനും നിങ്ങളെ പോലെ ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനം കൊണ്ട് നടന്നാൽ നാട്ടുകാരുടെ കാര്യം എങ്ങനെയാവും? അതിന് മറുപടിയായിട്ട് പല വേദികളിലും ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഓരോ വേദിയിലേക്ക്, അതല്ലെങ്കിൽ വിദേശ യാത്രയാണെങ്കിലും ശരി, ഓരോ നാട്ടിലേക്ക്, ഓരോ വേദിയിലേക്ക്, ഓരോ ഉദ്ഘാടനങ്ങളിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പ്രോത്സാഹനം വാങ്ങിയെടുക്കുന്നതൊക്കെ പാവപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു സംഘടന എൻ്റെ കയ്യിലേക്ക് ഒരു ചെക്ക് ഏൽപ്പിച്ചത് ഇത് ഫിറോസ് കുന്നംപറമ്പിലെ ചാരിറ്റി പ്രവർത്തനത്തിന് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചത്. പക്ഷേ ആ വേദിയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ചെക്ക് അവരെന്നെ ഏൽപ്പിക്കുകയും വേദിയിൽ വെച്ച് ഒരു ഡമ്മി ചെക്കാണ് കയ്യിൽ തന്നത്. ആ നമ്മളൊരു ഷീറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഈ ചെക്ക് കയ്യിൽ കിട്ടി. ഞാൻ ആ വേദിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഉമ്മ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞത്, എന്റെ കാലിന്റെ ഓപ്പറേഷനാണ് പോലെ, 10 പൈസ കയ്യിലില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചെക്ക് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഇത് നിങ്ങൾ വെച്ചോളി, ഇതിൽ എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല, ഇത് നിങ്ങൾ വെച്ചോളി എന്ന് പറഞ്ഞു. അവസാനം ഡമ്മി ചെക്ക് തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്ത് ഏകദേശം 75,000 രൂപ ആ ഉമ്മക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ ഏത് വേദിയിൽ പോകുമ്പോഴും നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന തുക മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് വരുന്ന രോഗികൾക്ക് എടുത്തു കൊടുക്കും. ഇപ്പോ ഈ പരിപാടിക്ക് വന്നു, ഇതിന് മുന്നേ 2-3 പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മള് ഇതുപോലുള്ള രോഗികളുടെ വീഡിയോസ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾക്ക് സമയം കണ്ടെത്താറുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറത്തുനിന്ന് ഞാൻ വരുമ്പോൾ ഒരു ലിവർ പേഷ്യന്റ് ആയിട്ടുള്ള 3 വയസ്സുകാരിയായ ഒരു കുട്ടിയുടെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ ഇന്നലെ ഞാൻ കണ്ണൂർ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2 കാലുകളും ട്രെയിനിൽപ്പെട്ട് നഷ്ടമായ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വാടക വീട്ടിൽ താമസിക്കുക. 2 കാലും മുട്ടിന് മുകളൊന്നുമില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 2 ചെറിയ കുട്ടികളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്നലെ രാത്രി 7 മണിക്ക് പോസ്റ്റ് ചെയ്തിട്ടാണ്, ആദ്യം അത് വീഡിയോ രാവിലെ തന്നെ പോയി അത് ഷൂട്ട് ചെയ്ത് കയ്യിൽ വെച്ച് അത് 7 മണിക്ക് പോസ്റ്റ് ചെയ്തിട്ടാണ് മറ്റുള്ള പരിപാടികൾക്കൊക്കെ പോയത്. ഫൈസലിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. വീഡിയോ ഒക്കെ 1 മണിക്കൂറാവും. പിന്നെയും ഒരു വലിയൊരാളെ വിളിച്ച് എന്നോട് പറഞ്ഞത് 15 ലക്ഷം രൂപയുടെ വീട് ഞാൻ വെച്ചു കൊടുക്കാം എന്ന് അപ്പം തന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേമസ് ബേക്കറിന്റെ ഒരാളെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ആ വീട്ടിലേക്ക് വേണ്ട കുഴൽക്കിണർ ഞാൻ കുഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫൈസലിനോട് പറഞ്ഞ് പൈസ വന്നോട്ടെ, ഫൈസല് 3-4 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം, പക്ഷേ സ്ഥലം വാങ്ങിക്കാനുള്ള ഫണ്ടായി കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫൈസൽ അതും തയ്യാറായി. ഈ വാഴ നനയുമ്പോൾ ചീനി നനയണമെന്ന് പറഞ്ഞ പോലെ വലിയ ഒരു കേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറേ കേസുകൾക്ക് നമ്മൾ വീതിച്ചു കൊടുക്കും എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു വോളിബോൾ ടൂർണമെന്റിന്റെ പരിപാടി ഉദ്ഘാടനത്തിന് പങ്കെടുത്തപ്പോൾ 4 കേസുകളാണ് അവിടെ വന്നത്. ഒരു കിഡ്നി രോഗിയും അതുപോലെ തന്നെ ഒരു മജ്ജ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസൊക്കെ ആയിട്ട്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞത് ഇതിൽ നിന്നും കിട്ടുന്ന 5-5 ലക്ഷം രൂപ വെച്ച് ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തരാമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പല ആളുകൾ നടക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെ വേദികൾ കാണുമ്പോൾ, കടകളുടെ ഉദ്ഘാടനങ്ങൾ കാണുമ്പോൾ പലർക്കും തോന്നാറുണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി പോകുന്നു എന്നുള്ളത്. പക്ഷേ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ മുകളിലേക്ക്, അതായത് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിപ്പെടുന്നു എന്നല്ലാതെ അതൊരിക്കലും താഴേക്ക് വരാറില്ല. വിദേശയാത്രകളൊക്കെ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ഖത്തറിലേക്ക് പോയപ്പോൾ ആ ഖത്തറിലെ വിദേശയാത്രയിൽ നിന്നും ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്തു വന്നത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി 5 വീടുകളാണ്. അതുപോലെ തന്നെ അതിനു മുന്നേ ദുബായിലെ യാത്രക്ക് പോയപ്പോഴും 5 വീടുകളാണ്. ഓരോ യാത്രയിലും നമ്മുടെ മുന്നിലേക്ക് പരിചയപ്പെടാൻ വരുന്ന ആളുകളോട് സംസാരിച്ച് അവരോട് ഇങ്ങനെ ഗെഞ്ചിയും പിടിച്ചിട്ടൊക്കെ ഒരു വീടെങ്കിലും സ്പോൺസർ ചെയ്യും. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുമെന്ന് ചോദിക്കും. അങ്ങനെ ഓരോ യാത്രകളും ഓരോ കണ്ടുമുട്ടലുകളും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടി ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നു ചേർന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇതൊക്കെ നിങ്ങളോട് വിശദീകരിക്കാൻ ഒരു കാരണമുണ്ട്. ഈ ചാരിറ്റി മേഖലയിലെ ഈ പ്രവർത്തനവുമായിട്ട് ഞാൻ ആദ്യം വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. തുടക്കത്തില് പല രീതിയിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പല കുത്തുവാക്കുകളും അതുപോലെ തന്നെ നമ്മളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ വന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അതിനെ പ്രതിരോധിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം അന്ന് നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളുകളൊക്കെ എനിക്കെതിരെ വരുന്ന കമന്റിന് താഴെ ഒരു കമന്റ് ഇടാൻ അവർക്കൊക്കെ മടിയായിരുന്നു. കാരണം ഇതൊക്കെ നമ്മൾ കമന്റ് ഇടണോ അങ്ങനെ നോക്കിക്കാണുന്ന ആളുകളായിരുന്നു. പക്ഷെ ഒന്നും നോക്കാതെ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെതിരെ വരുന്ന അത്തരത്തിലുള്ള ആരോപണങ്ങളോ അതല്ലെങ്കിൽ മോശമായ കമന്റുകളോ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് നിങ്ങളെ പോലുള്ള സാധാരണ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കിട്ടുന്ന വേദികളിലൊക്കെ നിങ്ങളോട് വിശദീകരിച്ചുകൊണ്ടേയിരിക്കും.
അത് ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് പറയലുണ്ട്. അതല്ലാത്ത വേദികൾ കിട്ടുമ്പോൾ അവിടെയും ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ജീവിതത്തിൽ നമ്മൾ 24 മണിക്കൂറും ഓടി നടക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ അതിലുണ്ടാവും, നിങ്ങളുടെ കുടുംബക്കാരുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ 24 hours രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാത്തിടത്തോളം നമുക്ക് അത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന്. ഒരു മാസം ഏകദേശം 2-3 കോടി രൂപയുടെ ചാരിറ്റിയാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞതിൽ നമ്മൾ MP ഫണ്ടിനെയൊക്കെ ആ ഒരു വിശദീകരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു MP ഒരു വർഷത്തിൽ 5 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പഠിച്ചവരെ നമ്മളൊക്കെ ഒരു മാസം 2-3 കോടി കൊടുക്കണ്ടല്ലോ, ഒരു MPക്ക് 5 കോടി ഈ നാട്ടിൽ ചെലവഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജനപ്രതിനിധി അവന്റെ നാടിന് കൊടുക്കുന്നതിന്റെ ഇരട്ടിക്കാണ് നമ്മൾ ഉള്ള ആളുകളിൽ നിന്നും വാങ്ങി ഇല്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ പല ആളുകൾക്കും ഇതിന്മേലെ ഒരു ചെറിയ ഒരു അസ്വാരസ്യമുണ്ട്. അത് വേറൊന്നുമില്ല, ചാരിറ്റി അത് തൊഴിലാക്കി എടുത്ത ആളുകളുണ്ട്, ചാരിറ്റി ബിസിനസ് ആക്കി എടുത്ത ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് അവരുടെ ബിസിനസ് നടക്കാതാവുമ്പോൾ, അത്തരം ആളുകൾക്ക് അവരുടെ തൊഴിലുകൾ നടക്കാതാവുമ്പോൾ, ചില ആളുകൾക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചാരിറ്റി നടത്തുമ്പോൾ അത്തരം ആളുകൾക്കൊക്കെ നമ്മുടെ വരവ്, നമ്മുടെ ഉയർച്ച അത് അവർക്ക് തടസ്സമായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്കെതിരെ അത്തരത്തിലൊക്കെ വന്നത്. എന്താണെങ്കിലും അൽഹംദുലില്ലാ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ എനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അത് തുടർന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ഒരു വേദിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണെങ്കിലും നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരൊറ്റ ജീവിതം, ആ ജീവിതം കരുണയിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും കാരുണ്യ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകണമെന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിയ പാവങ്ങളുടെ പടത്തലവൻ ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ അവർകൾ, അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യം ഏറെ സന്തോഷത്തോടു കൂടിയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കാണുന്നത്. അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു എളിയ ഉപഹാരം സമർപ്പിക്കുന്നതിനു വേണ്ടി ജില്ലാ സെക്രട്ടറി ശ്രീ സ്വപ്ന ശ്രീമേരി, ജില്ലാ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് ആഞ്ജനേയ എന്നിവരെ ക്ഷണിക്കുന്നു. അതേ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ശ്രീ ഫിറോസ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷിക്കാം നമുക്ക്. കരുണയുടെ നീറുറവറ്റാത്ത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഫിറോസിനെ പോലെയുള്ള ആളുകളുടെ ഈ സന്ദർശനവും സന്ദേശ പ്രഭാഷണവും തീർച്ചയായും ജീവിതത്തിൽ മികച്ച മുതൽക്കൂട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഫിർദൌസ് കൊടിയത്തൂർ, അദ്ദേഹത്തിന് ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ ഒരു ആദരവ് നൽകുന്നു. കൂടാതെ കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു വൈസ് പ്രസിഡന്റായ ശ്രീ സൂരജ് പൂക്കാടി അവർക്കും ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ ഉപഹാരം നൽകുന്നു. ഒരുപാട് നേരമായി പുരസ്കരി ഒരു അതിഥി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ വടകരയുടെ കരുത്തനായ സംഘടനയുടെ പേരാളി വിനീഷ് വടകരയുടെ മകളാണ്. ഈ ഒരു പുഷ്പം നൽകാൻ വേണ്ടി മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്നു. വളരെ സന്തോഷത്തോടെ ആ ഒരു ചടങ്ങിലേക്ക് താങ്ക് യു ശ്രീ ഫിറോസ്. താങ്ക് യു ഓൾ ഓഫ് യു. അടുത്തതായി നമ്മുടെ പരിപാടി ഏതാനും നിമിഷങ്ങൾക്കൊപ്പം അവസാനിക്കും. അതിനുശേഷം